ഹലോ ഡിയേഴ്സ്, ഇന്ന് നടന്ന SSLC ഫിസിക്സ് എക്സാമിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഹാസ് എ പോസിറ്റീവ് പവർ? പോസിറ്റീവ് പവർ വരുന്നത് കോൺവെക്സ് ലെൻസിനാണ്. ഇത് നമ്മൾ ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. കോൺവെക്സ് ലെൻസിനാണ് പോസിറ്റീവ് പവർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അസേർഷൻ തന്നിട്ടുണ്ട്. വൈറ്റ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻറ്റ് കളേഴ്സ്. റീസൺ, the deviation of different colors of light varies according to their wavelength. ഇതിൻ്റെ ആൻസർ വരുന്നത് എ ഓപ്ഷൻ ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺസ് ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു പ്രിസത്തിൽ കൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോമ്പോണൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അതുപോലെ തന്നെ അത് എന്തിൻ്റെ ബേസിലാണ്? വേവ് ലെങ്ത് അനുസരിച്ചിട്ടാണ്. ഓരോ കളേഴ്സിൻ്റെയും വേവ് ലെങ്ത് അനുസരിച്ചിട്ടാണ് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? എ ഓപ്ഷൻ ആണ് കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ അബൌട്ട് ദ മാഗ്നറ്റിക് പോൾസ് ഫോംഡ് അറ്റ് ദ എൻഡ് എ ആൻഡ് ബി ഓഫ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നോർത്ത് പോൾസ് ആർ ഫോംഡ് അറ്റ് എ ആൻഡ് ബി. When the electric current flow in the opposite direction, the magnetic polarity changes. North pole is formed at A and south pole is formed at B. Fourth option തന്നിരിക്കുന്നത് south pole is formed at A and north pole is formed at B. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം ഇലക്ട്രിക് കറൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് പൊളാരിറ്റിക്ക് ചേഞ്ച് വരും. അതുപോലെ തന്നെ സൗത്ത് പോള് ഇവിടെ ഫോം ചെയ്യുന്നത് എയും അതുപോലെ നോർത്ത് പോള് ഫോം ചെയ്യുന്നത് ബിയിലുമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. നമുക്കിവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പാർട്സും അതിൻ്റെ ഫംഗ്ഷനും സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. ഇതിന് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. Fifth question, the distance between two consecutive particles in the same phase of vibration in a transwaves is 4 meter. If a particle in the medium take 5 seconds for 10 vibrations, what is the speed of wave? അപ്പോൾ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? വേവിൻ്റെ എത്രയാണ്? 4 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 സെക്കൻഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 10 വൈബ്രേഷൻ ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ? സ്പീഡ് ഓഫ് വേവ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് നമുക്ക് 10 തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ എത്ര ടൈമാണ് വന്നിരിക്കുന്നത്? 5 സെക്കൻഡ്സ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഹെർട്സ് ആണ് കിട്ടുന്നത്. അതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് ഓഫ് വേവ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇക്വേഷൻ? ഫ്രീക്വൻസി ഇൻറ്റു ലാംഡയാണ് വരുന്നത്. ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 2 ഹെർട്സ് ആണ് നമുക്കറിയാം. അതുപോലെ ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് ഓഫ് വേവ് കിട്ടുക 8 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക.